വെൽക്കം ടു ഗ്രേഡിയൻറ്റ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യത്തെ ക്ലാസ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും കഴിഞ്ഞ ക്ലാസ് കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ ക്ലാസ് അതിലും ഈസിയാണ്. വേറെ രീതി പറയുകയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് സത്യം പറഞ്ഞാൽ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഞാനത് ജസ്റ്റ് നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാമെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്ത് പറഞ്ഞാൽ നിർത്തിയത്? നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റുകൾ, അതായത് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തുടക്കം കുറിക്കുന്നത് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയാണ് മുംബൈയിൽ 1966 സ്ഥാപിക്കുന്നു. എന്തിനാണ്? കൺസ്യൂമേഴ്സിൻ്റെ അവകാശം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഫ്രോഡുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്താണ് കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യുക, അതിനു വേണ്ടിയുള്ള നിയമം നിർമ്മിക്കുക, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ കൺസ്യൂമർ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈസോടെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കണം. എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമുക്ക് സാധനം വാങ്ങാനും ആ സാധനം വാങ്ങുന്നതിലൂടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാനും നമുക്ക് സാധിക്കണം. അതായത് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റം വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ നിയമം വേണം. അങ്ങനെ ആദ്യത്തെ നിയമം വരുന്നത് 1986 ഡിസംബർ മാസം 24 നിയമത്തിൻ്റെ പേരാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. പഠിക്കാൻ ഒരുപാടുമില്ലല്ലോ. കൺസ്യൂമേഴ്സിൻ്റെ അവകാശം പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന നിയമത്തിൻ്റെ പേര് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഡിസംബർ 24. അപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനൊരു നിയമം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുണൈറ്റഡ് നേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇവർക്കൊരു ജനറൽ അസംബ്ലി ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്നു? 1985 ഒരു പ്രമേയം പാസ്സാക്കുന്നു. ഈ പ്രമേയത്തിലൂടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണമെന്ന് രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ചുമ്മാ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യാൻ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അവർ കുറേ ഗൈഡ് ലൈനും കൊടുത്തു. ഇങ്ങനെ ഈ പറയുന്ന 1985 യുണൈറ്റഡ് നേഷൻസ് കൊടുത്ത ഗൈഡ് ലൈൻ അനുസരിച്ച് തൊട്ടടുത്ത വർഷം 1986 ഡിസംബർ 24 നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു? നിയമം കൊണ്ടുവരുന്നു. നിയമത്തിൻ്റെ പേര് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നിലവിൽ വരുന്നത് 24 ഡിസംബർ 1986. അപ്പോൾ വന്ന ദിവസം 24 ഡിസംബർ എന്ത് നിയമം വന്നു? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് ഡിസംബർ 24 എന്ത് വിളിച്ചു? നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. എന്തായിട്ട് പ്രഖ്യാപിച്ചു? നാഷണൽ കൺസ്യൂമർ ഡേ ഡിസംബർ 24. സെറ്റാണല്ലോ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമം വരുന്നു. ആദ്യത്തെ നിയമം 1986 ഡിസംബർ 24 നിയമത്തിൻ്റെ പേര് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. വന്നത് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞത് കേട്ടിട്ട്. നമ്മളെ ഗവൺമെൻറ് അല്ലേ പെട്ടെന്ന് ചുമ്മാ ചെയ്യുമോ? ഇല്ല. അപ്പോൾ എന്താണ് ഈ നിയമത്തിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആ നിയമത്തിൽ വരുമെന്നുള്ളത് നമ്മൾ അല്പം കഴിഞ്ഞിട്ട് പഠിക്കും. അതായത് റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു നോ. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കൺസ്യൂമർ ഡിസ്പ്യൂട്ട് മാറാനായിട്ടുള്ള കോടതികളൊക്കെ നിലവിൽ വരുന്നത് ഈ പറയുന്ന നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ നിയമം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ ഫ്ലറിഷ് ആയത്. അതായത് ഈ നിയമം 86 എന്ന നിയമം വന്നപ്പോഴത്തേക്ക് നമുക്കിവിടെ ഇൻ്റർനെറ്റും ഫ്ലിപ്കാർട്ടും ആമസോണും മിന്ത്രയും മീഷോയും ഒന്നും ഇല്ലായിരുന്നു. സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി സുതാര്യമായിട്ടുള്ള പരിപാടിയായിരുന്നു. സാധനം കണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. എന്നാൽ പിന്നീട് 2005 കഴിയുമ്പോഴത്തേക്കും ഗൂഗിളും ഒക്കെ വരുന്നു, ഇൻ്റർനെറ്റ് അങ്ങോട്ട് സെറ്റാകുന്നു. നമ്മുടെ അംബാനി വന്നിട്ട് എന്ത് ചെയ്യുന്നു? ജിയോയും തരുന്നു. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തു? ഇൻ്റർനെറ്റ് ഉപയോഗം കൂട്ടി. കോമേഴ്സ് സ്ഥാപനങ്ങൾ വന്നു. അപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്ക് അത് പോരായകയായിട്ട് തോന്നി. നിലവിലുള്ള നിയമത്തിൽ ഇൻ്റർനെറ്റ് വഴി വാങ്ങുന്ന സാധനങ്ങളുടെ നിയമമൊന്നും വരാത്തതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? 2019 നിയമത്തിനെ ഒന്ന് പരിഷ്കരിച്ചു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, കൊറോണയ്ക്ക് തൊട്ട് മുന്നത്തെ വർഷം. ഇതനുസരിച്ച് എന്ത് ചെയ്തു? 20 ജൂലൈ 2020 നിയമം വന്നു. അതായത് ആക്ട് വരുന്നത് 19, പാസ്സായിട്ട് നിലവിൽ വരുന്നത് അടുത്ത വർഷം 20 ജൂലൈ 2020 അല്ലേ? മാർച്ചിലാണെന്ന് തോന്നുന്നു അല്ലേ? മാർച്ചിലല്ലേ കൊറോണ വരുന്നത്? മാർച്ച്. ശരി. എന്താണ് നിലവിലുണ്ടായിരുന്ന 86 നിയമത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ നിയമം വരുന്നു 2020. നിയമത്തിൻ്റെ പേര് പക്ഷേ 2019, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. എന്തുവാണ് ഈ പറയുന്ന കോമേഴ്സ് വഴി വരുന്ന പ്രശ്നങ്ങൾ? ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇതിൻ്റെ പറയുമ്പോൾ ഫലമായിട്ട് എന്ത് വരുന്നു? എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ടു പ്രൊട്ടക്റ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ദ റൈറ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി വരുന്നു, CCPA വരുന്നു. എന്ത് വരുന്നു? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അടുത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എടുത്ത് കിടക്കുകയാണ്. കവർ ദ റൂൾസ് ടു പ്രിവെൻറ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ബൈ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് അല്ലേ.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ ചാൻസ് ഇല്ല, നിങ്ങളുടെയൊക്കെ ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയായിരിക്കും. ഈ കൊമേഴ്സ് രംഗം വന്ന സമയത്ത് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. 2 രൂപയ്ക്ക് മൊബൈൽ ഫോൺ, 100 രൂപയ്ക്ക് ഐഫോൺ, ഇടയ്ക്ക് ഓഫറൊക്കെ വരും, 1 രൂപയ്ക്ക് പെൻഡ്രൈവ്, ഇങ്ങനെയൊക്കെ കുറേ ഓഫർ പറ്റിപ്പുകൾ വരുമായിരുന്നു. ഈ പറ്റിപ്പിൽ എന്ത് ചെയ്യും? വിശ്വസിക്കാതെ ആൾക്കാർ പൈസ കൊടുക്കും, സാധനം വാങ്ങിക്കും. ഒന്നീ പൈസ അടച്ച് വാങ്ങിക്കും, അല്ലെങ്കിൽ എന്താണ് ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങിക്കും. സാധനം വാങ്ങിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അതിനകത്ത് ചുടുകട്ട, സോപ്പ് കട്ട, ഇതൊക്കെ കിട്ടിയ ചരിത്രങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയടുത്തൊക്കെ ചോദിച്ചാൽ മതി, അവർക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങളും ഇപ്പോൾ 10ാം ക്ലാസ് അല്ലേ, ഒരു 5-6 കൊല്ലത്തിന് മുമ്പൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ നടത്തിയാൽ അവന്മാരെ പിടിച്ച് അകത്തിടാനുള്ള പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. ഹെൽപ്പ് ടു സിംപ്ലിഫൈ ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രോസസ്സ് അല്ലേ. കൺസ്യൂമർ ഡിസ്പ്യൂട്ടൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിളായിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള നിയമങ്ങളൊക്കെ വരുന്നത് അതിലൂടെയാണ്. പ്രൊവൈഡ് പണിഷ്മെൻറ്റ് ഫോർ ദോസ് ഹു മാനുഫാക്ചർ ഓർ സെൽ അഡൾട്രേറ്റഡ് ഓർ കൗണ്ടർ ഫിറ്റ് ഗുഡ്സ്. ഉഡായിപ്പ്, ഡൂപ്പ് സാധനങ്ങളുണ്ടല്ലോ, ഡൂപ്പ് സാധനങ്ങൾ ഇറക്കുക, അതുപോലെ മായം ചേർത്ത് വിൽക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റിൻ്റെ സിവിയറിറ്റി കൂട്ടുക. പണ്ട് വല്ല 500-250 രൂപ പിഴയടച്ച് തീർക്കേണ്ട വിഷയങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യും? ജയിലിൽ പോകുന്നുള്ളതാക്കുന്നത് നിയമത്തിലൂടെയാണ്. പ്രൊഹിബിറ്റ് ദ ഡെസിമേഷൻ ഓഫ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, അതായത് തെറ്റായിട്ടുള്ള പരസ്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അകത്ത് പോകും. ഞാൻ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഇന്ദുലേഖ സോപ്പിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളൊന്നും പറ്റത്തില്ല. ഹൈറ്റ് കൂടുമെന്ന് പറഞ്ഞ് ഹോർലിക്സ് വാങ്ങിച്ച് കുടിക്കണമെങ്കിൽ നിങ്ങൾ ഹൈറ്റ് കൂടണം, അല്ലെങ്കിൽ കൂടാനുള്ള എന്തെങ്കിലും അതിനകത്ത് വേണം. ഇല്ലാതെ കള്ളമൊക്കെ പറഞ്ഞ് പരസ്യം വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. നിറം നിങ്ങളെ തേടി വരുമെന്നൊക്കെ പറഞ്ഞാൽ നിറം തേടി വരണം, ഇല്ലെങ്കിൽ എന്ത് പറ്റും? പണി കിട്ടും. ഗ്യാരണ്ടി ദ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, കൺസ്യൂമേഴ്സിന് അറിവ് കൊടുക്കണം, കൺസ്യൂമേഴ്സിന് വിദ്യാഭ്യാസം കൊടുക്കണം. എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിനെ ഇരുത്തി പഠിപ്പിക്കണമെന്നല്ല, ഒരു സാധനം വാങ്ങുന്ന ആൾക്ക് ആ സാധനത്തെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടണം. ആ സാധനങ്ങൾ ഡിഫക്റ്റീവ് ആണെങ്കിൽ എങ്ങനെ മാറ്റണം എന്നുള്ള അറിവ് കൺസ്യൂമേഴ്സിന് കൊടുക്കണം. നിങ്ങൾ പരസ്യം കാണിച്ചിട്ടുണ്ട്, ജാഗോ ഗ്രാഹക് ജാഗോ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന റേഡിയോയിലും അതുപോലെ ദൂരദർശൻ പോലുള്ള ചാനലിലൊക്കെ പരസ്യങ്ങൾ വരാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഗ്രാഹകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ എന്നാ. അതായത് കൺസ്യൂമേഴ്സിന് എന്ത് വരണം? MRP നോക്കി സാധനം വാങ്ങണം, എക്സ്പയറി ഡേറ്റ് നോക്കി സാധനം വാങ്ങണം എന്നൊക്കെ കാര്യങ്ങളെ ഈ എല്ലാ കൺസ്യൂമേഴ്സിനും അറിഞ്ഞൂടല്ലോ, അതൊക്കെ അവർ പഠിപ്പിക്കണ്ടേ? അതാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിന് പ്രകാരമായിട്ടാണ് വരുന്നത്. അപ്പോൾ 2 നിയമങ്ങളാണ് കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ളത്. ഒന്ന് 86 വന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും പിന്നെ 19 വന്ന ആക്റ്റും. ഇതിന് പോരാതെ ഫുഡ് സേഫ്റ്റി ആക്ട് പോലുള്ള പല നിയമങ്ങളും കൺസ്യൂമേഴ്സിന് വേണ്ടി ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ നിയമങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ അവകാശങ്ങളാണ് തരുന്നത്. ഒന്ന്, റൈറ്റ് ടു സേഫ്റ്റി. വാങ്ങുന്ന സാധനം ഒരു കാരണവശാലും ഒരു കൺസ്യൂമറിന് ഹാംഫുൾ ആവാൻ പാടില്ല. ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് പോസ് എ ത്രെറ്റ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. പണ്ട് സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഇറക്കിയായിരുന്നു, പൊട്ടിത്തെറിക്കും. നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും, പ്ലെയിനിലൊക്കെ ഫോൺ നിരോധിച്ചു. നോട്ട് സീരീസിലുള്ള ഏതൊരു മൊബൈലാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു സാധനം വാങ്ങിച്ച് എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കമ്പനി എന്ത് തരേണ്ടി വരും? നഷ്ടപരിഹാരം തരേണ്ടി വരും അല്ലേ? റൈറ്റ് ടു സേഫ്റ്റി, എനിക്ക് സേഫായി ഇരിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ വാങ്ങുന്ന സാധനം കൊണ്ട് എനിക്കൊരു ഹാം ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റ് ടു സേഫ്റ്റി ഉണ്ട്. അപ്പോൾ ആ ഫോണൊക്കെ വെച്ച് പൊട്ടിത്തെറിച്ച് നമുക്ക് എന്ത് ചെയ്യും? റൈറ്റ് ടു സേഫ്റ്റിയെ എന്താണ് എതിരാണെന്ന് പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാൻ, നഷ്ടപരിഹാരമൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. റൈറ്റ് ടു ചൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസ് അല്ലേ. അതായത് ഒരു കമ്പനിയുടെ മൊണോപ്പൊളി ഒന്നും ഇനി പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, പണ്ട് കാലത്ത് നമ്മൾ കാർ വാങ്ങാൻ പോയ അംബാസഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ലല്ലോ, നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാധനമുണ്ട്. അത് ചൂസ് ചെയ്ത് വാങ്ങാനുള്ള അവകാശം നമുക്ക് ഉണ്ട്. അതിനുള്ള സൗകര്യം നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അതായത് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കടയിൽ അവന് ഇഷ്ടമുള്ള സാധനം എടുത്ത് തന്നാൽ പോരാ, നമ്മൾ ചോദിക്കുന്ന സാധനം തരണം. തന്നില്ലെങ്കിൽ കടക്കാരെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റുകാരനെതിരെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും. നമ്മൾ ചോദിക്കുന്നതാണ് തരേണ്ടത്, അല്ലാതെ അവർ തോന്നുന്നത് എടുത്ത് തരിക എന്നുള്ളതല്ല. അറിയാമല്ലോ സംഭവം എന്താണ്. നമ്മുടെ പല കടയിൽ പോയിട്ട് ഒരു സാധനം എന്ന് പറയുമ്പോൾ അവനേതാണോ മാർജിൻ കൂടുതൽ കിട്ടുന്ന ആ സാധനം കടക്കാരനെടുത്ത് നമ്മളെല്ലാം അടിച്ചേൽപ്പിക്കും. ആ പരിപാടിയൊന്നും ഇനി പറ്റത്തില്ല. ചോദിക്കുന്നത് തരണം. റൈറ്റ് ടു ചൂസ്. മാത്രമല്ല പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കോമ്പറ്റീറ്റീവ് പ്രൈസ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള വിലയ്ക്കൊന്നും വിൽക്കാൻ പറ്റത്തില്ല. MRP നോക്കിയേ സാധനം എന്ത് ചെയ്യാവുള്ളൂ? വാങ്ങാവുള്ളൂ. MRP കൂടുതൽ വില വാങ്ങാൻ അവകാശം ആർക്കും ഇല്ല. അടുത്ത് റൈറ്റ് ടു നോ. അതായത് നിങ്ങൾ സാധനം വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന്, അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടായിരിക്കും, എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, വില, MRP, അതുപോലെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കവറിൻ്റെ പുറത്ത് എഴുതി വയ്ക്കുന്ന ഈ പറയുന്ന റൈറ്റ് ടു നോയുടെ ഭാഗമായിട്ടാണ്. ഒരു സാധനത്തിൻ്റെ എത്ര ഗ്രാം ഉണ്ടെന്നുള്ള സാധനം, അതിൻ്റെ ക്വാളിറ്റിയെ സർട്ടിഫൈ ചെയ്യുന്ന ISI മുദ്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി FSSAI എന്ന് പറയുന്ന സാധനം, അതിൻ്റെ മുദ്രയൊക്കെ നമ്മൾ ഈ പറയുന്ന ആഹാര സാധനങ്ങളിനകത്ത് കാണും. പിന്നെ അത് വെജിറ്റേറിയൻ ആണോ എന്നൊക്കെ കാണിക്കാനായിട്ട് ഇങ്ങനെ ഒരു പച്ച റൗണ്ട്, ചുവപ്പ് റൗണ്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കവറിൻ്റെ പുറകെ വെറുതെ ഭംഗിക്ക് വെച്ചേക്കുന്നതല്ല. അതൊക്കെ നമുക്ക് കൺസ്യൂമേഴ്സിന് നോക്കി വാങ്ങണം. പക്ഷേ നിങ്ങൾക്കത് അറിഞ്ഞുകൂടാ. കാരണം നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? കൺസ്യൂമർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. അതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്താണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഈ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് തന്നെയാണ്.
നമ്മൾ വാങ്ങുന്ന സാധനം നമുക്ക് നോക്കി വാങ്ങാൻ അറിയണ്ടേ? അപ്പോൾ അതാണ് സംഭവം. പിന്നെ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ പുറകിലൊക്കെ മറിച്ച് നോക്കണം. ആ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും പഠിക്കും, എന്തൊക്കെ നോക്കി വാങ്ങണമെന്നുള്ളത്. സാധനത്തിൻ്റെ പ്യൂരിറ്റിയെ പറ്റി നമുക്കറിയണം, അതിൻ്റെ വില അറിയണം, അതുപോലെ എന്താണ് കൺസ്യൂമേഴ്സിന് അൺഫെയർ പ്രാക്ടീസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അതിനുള്ള അവകാശങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നിയമം നമുക്ക് തരുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ടു സീക്ക് റീഅഡ്രസൽ. റീഅഡ്രസൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്രശ്നപരിഹാരം. വാങ്ങുന്ന സാധനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം അല്ലേ? നമ്മൾ പോയി കടയിൽ കമ്പനി പോയി പറഞ്ഞാൽ കമ്പനിക്കാർ ചുമ്മാ മാറ്റി തരുമോ? ഇല്ല. അപ്പോൾ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റണം അല്ലേ? അപ്പോൾ നമുക്കതിനുള്ള പ്രശ്നപരിഹാരത്തിനുള്ള അവകാശം ഉണ്ടാക്കണം. റൈറ്റ് ടു സീക്ക് റീഅഡ്രസൽ ഫ്രം ദ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കോടതികളൊക്കെ വരുന്നത്. ഇനി റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതൊക്കെ എങ്ങനെ നോക്കി വാങ്ങണമെന്നൊക്കെ ഉള്ളത് നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തന്നാലല്ലേ നമ്മൾ കൺസ്യൂമേഴ്സായി മാറുന്നവർക്ക് എഡ്യൂക്കേഷൻ കിട്ടത്തുള്ളൂ. ഇനി വളർന്നവർക്ക് എന്ത് ചെയ്യണം? പരസ്യങ്ങളിലൂടെയൊക്കെ ഇത് അറിയിക്കണം. സോ ദ റൈറ്റ് ടു അക്വയർ നോളജ് ആൻഡ് സ്കിൽ ടു ബി ആൻ ഇൻഫോംഡ് കൺസ്യൂമർ. നമ്മളൊരു സാധനം വാങ്ങുന്നു, ഗ്യാരണ്ടി എത്ര കാലമുണ്ട്, വാരണ്ടി എത്ര കാലമുണ്ട്, റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എത്ര കാലമുണ്ട് അല്ലേ? നമ്മളതൊക്കെ നോക്കാറില്ല. ഇപ്പോൾ നമുക്കൊക്കെ നോക്കാനുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ അറിവൊക്കെ നമുക്ക് കിട്ടിയത് ഈ പറയുന്ന കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് മേലുള്ള അവകാശങ്ങൾ നമുക്ക് നിയമപരമായി കിട്ടുന്നത് കൺസ്യൂമർ റൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുകളുടെ ഫലമായിട്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ വാങ്ങിച്ച സാധനത്തിന് ഡിഫക്റ്റ് ഉണ്ടായി, എന്ത് ചെയ്യും? കോടതിയിൽ പോവും. ഏത് കോടതിയിൽ പോവും? കൺസ്യൂമർ കോടതിയിൽ പോവും. അല്ല നേരെ നിങ്ങൾ പോയിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ആണോ പോകുന്നതല്ല, കൺസ്യൂമർ കോടതികളുണ്ട്. കാരണം ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാണ്. മറ്റേ കറുത്ത് കോട്ടിട്ട വക്കീലന്മാരില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് കൺസ്യൂമർ കോടതികളെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. സാധാരണക്കാരന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കോടതികൾ എന്ന് വെച്ചാൽ പുതുതായി ഉണ്ടാക്കിയെടുത്ത കോടതികളാണെന്ത്? കൺസ്യൂമർ കോടതികളെന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 86 ഫലമായിട്ടാണ് കൺസ്യൂമർ കോടതികൾ വരുന്നത്. സാധാരണ കറുത്ത കോട്ടിട്ട വക്കീലന്മാർ പോകുന്ന കോടതിയല്ല ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം. ഇതുപോലെ സുപ്രീം കോടതി തന്നെ മുകളിലുണ്ട്, അത് വേറെ കേസ്. ഇതിന് ഫലമായിട്ട് ട്രിബ്യൂണലുകൾ വന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് സ്പെഷ്യൽ സ്പീഡി റെസൊല്യൂഷൻ ക്യാമ്പയിനുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ കൺസ്യൂമർ കോടതി എന്ന് വെച്ചാൽ, ഡിസ്ട്രിക്ട് ലെവലിൽ, സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും എന്തുണ്ട്? കൺസ്യൂമർ കോടതികളുണ്ട്. അതായത് നോക്കിയേ, ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷൻ ഡിസ്ട്രിക്ട് ലെവലിൽ പ്രവർത്തിക്കുന്നു. 1 കോടി രൂപയിൽ താഴെയുള്ള ക്ലെയിമുകളാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷനിലോട്ട് പോകാം. ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പം ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല. എനിക്കെന്ത് വേണം? നഷ്ടപരിഹാരം വേണം. ഞാൻ എന്ത് ചെയ്യും? 10 കോടി രൂപ ചോദിക്കുമോ? കോടതി പറയും ഒഴിച്ചു പോകാമെന്ന് പറയും. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു എമൗണ്ട്, 1 കോടിക്ക് താഴെയുള്ള എമൗണ്ടായിരിക്കും നമ്മൾ നഷ്ടപരിഹാരം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം? ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷനിൽ പോകാം. എന്നാൽ 1 കോടി തൊട്ട് 10 കോടി വരെ വരുന്നതാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം? സ്റ്റേറ്റിലോട്ട് പോകാം. 10 കോടിക്ക് മുകളിലാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം? നാഷണൽ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷനിലോട്ട് പോകാം. ഓക്കെ, ഇത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 കോടിക്ക് മുകളിലായിരിക്കും. ഇനി ഇത് ഒന്നിലും പോയിട്ട് നേരെ ആയില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആരുണ്ട്? നമ്മുടെ സുപ്രീം കോടതിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. സുപ്രീം കോടതിയാണല്ലോ നമ്മുടെ ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അപ്പോൾ ഇതൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ സുപ്രീം കോടതി. അതായത് ഇവിടെ പോയപ്പോൾ നമുക്കൊരു സാധനം നേരെ കിട്ടിയില്ല, പക്ഷെ നമുക്കറിയാം നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോകാം അല്ലേ? അപ്പീൽ പോകാമെന്ന് പറയത്തില്ലേ? അങ്ങനെ പോകാൻ പറ്റും. ഇതാണ് സംഭവം. കൺസ്യൂമർ കോടതികൾ ഡിസ്ട്രിക്ട് ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിൽ. 1 കോടി വരെ ഡിസ്ട്രിക്ട്, 1 to 10 കോടി സ്റ്റേറ്റ്, 10 കോടിക്ക് മുകളിൽ നാഷണൽ. സുപ്രീം കോടതി ഇതെല്ലാത്തിൻ്റെയും മുകളിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. സോ നോക്കിയോ, കൺസ്യൂമർ കോർട്ട് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇൻ്റർവീനിങ് ഇൻ ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ആൻഡ് പ്രൊവൈഡ് ജസ്റ്റിസ് ആൻഡ് ഇൻക്ലൂഡ് റെഡ്രസൽ പ്രശ്നപരിഹാരം. 600ഓളം ഡിസ്ട്രിക്ട് കോടതികളും 35ഓളം സ്റ്റേറ്റ് കമ്മീഷനുകളും ഇവിടെയുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിനും തലവനായിട്ടാണ് ആരുള്ളത്? നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഅഡ്രസൽ കമ്മീഷൻ. എത്ര കോടിക്ക് മുകളിൽ? 10 കോടിക്ക് മുകളിൽ. ഇവരുടെ എല്ലാവരുടെയും ടോപ്പ് എന്ന് പറയുന്നത് ഇവരാണ്. ഓക്കെ, ഇനി ഇതിന് പുറമെ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് അതാത് സമയങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഗവൺമെൻറ്റുകൾക്ക് ഈ പറയുന്ന കൺസ്യൂമർ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട പല നിയമങ്ങളും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ചതും അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പോൾ അതിനൊക്കെ അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടയർ കമ്മിറ്റി നമ്മുടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3 ടയർ എന്ന് വെച്ചാൽ 3 ലെവലിൽ, ഏതൊക്കെ? ഡിസ്ട്രിക്ട് ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിൽ കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്ത് രൂപീകരിച്ചിട്ടുണ്ട്? കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പ്രകാരമാണ് ഈ പറയുന്ന കൗൺസിലുകൾ അല്ലെങ്കിൽ അഡ്വൈസറി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് കോടതിയാണോ? അല്ല. ഇവിടെ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ ചേർത്തിട്ടുള്ളൊരു കമ്മിറ്റി ആയിരിക്കും. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ഈ ഉപദേശങ്ങളനുസരിച്ചാണ് അവർ അതാത് സമയത്ത് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇതാണ് സംഭവം. ഇനി ഏതൊക്കെ തരം തട്ടിപ്പുകളാണുള്ളത്? തട്ടിപ്പുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പോരെ? ഇന്ന് ഇത്രയും പഠിച്ചാൽ പോരെ? അപ്പോൾ നോക്കടാ,
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മളിന്ന് പഠിച്ചത്. നോട്ട് കിട്ടാൻ എന്ത് ചെയ്യണം? ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. 86 നിയമം വരുന്നത്. 24 ഡിസംബർ 86 വരുന്നു. ഇത് പ്രകാരമാണ് 24 ഡിസംബർ കൺസ്യൂമർ റൈറ്റ് ഡേ ആയിട്ട് വരുന്നത്. യുണൈറ്റഡ് നേഷൻസ് 85 നിയമം അനുസരിച്ചാണിത് നിലവിൽ വരുന്നത്. 19 നമ്മളത് മാറ്റി പിടിച്ചു. കാരണം ഈ കോമേഴ്സ് രംഗത്തെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഇതല്ലാതെ ഫുഡ് സേഫ്റ്റി ആക്ടുകൾ പോലെയുള്ള പല നിയമങ്ങൾ നമുക്കെതിരെയല്ല, നമുക്ക് വേണ്ടിയിട്ടുണ്ട്. എന്താണ് നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA വന്നു. ഈ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിയമങ്ങൾ വന്നു. 19 കാര്യമാണ് പറയുന്നത്. 19 വന്നതിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഈസിയാക്കി. അഡൾട്രേറ്റഡും കൗണ്ടർ ഫീറ്റും ഗുഡ്സ് ഉണ്ടാക്കിയ നല്ല രീതിയിലുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുവന്നാൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഗ്യാരണ്ടി ചെയ്തു. അങ്ങനെ നമുക്ക് കുറച്ച് അവകാശങ്ങൾ കിട്ടി. എന്തൊക്കെ കിട്ടി? റൈറ്റ് ടു സേഫ്റ്റി കിട്ടി, റൈറ്റ് ടു ചൂസ് കിട്ടി, റൈറ്റ് ടു നോ കിട്ടി, റൈറ്റ് ടു സീക്ക് റീഅഡ്രസ്സൽ കിട്ടി, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷനും കിട്ടി. അങ്ങനെ കൺസ്യൂമർ കോടതികൾ വന്നു. അത് 19 അനുസരിച്ചല്ല വന്നത്. 1986 നിയമപ്രകാരമാണ് എന്ത് വരുന്നത്? കൺസ്യൂമർ കോടതികൾ വരുന്നത്. ഡിസ്ട്രിക്ട് ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിൽ 1 കോടി, 110 കോടി, 10 കോടിക്ക് മുകളിൽ സെറ്റാണ്. ഇനി കൗൺസിലുകളെ പറ്റി പറഞ്ഞു അല്ലേ. എന്താണ് കൗൺസിൽ? അഡ്വൈസ് ദ റെസ്പെക്റ്റീവ് ഗവൺമെൻറ് ഓൺ ദ മാറ്റേഴ്സ് റിലേറ്റഡ് ടു കൺസ്യൂമർ റൈറ്റ്സ്. കൺസ്യൂമർ റൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കാനായിട്ടൊരു കൗൺസിൽ രൂപീകരിച്ചു. അതിൻ്റെ പേരാണെന്ത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും നമുക്ക് എന്ത് പറയാം? 3 ടയർ സിസ്റ്റം എന്ന് പറയാനായിട്ട് സാധിക്കും. തെറ്റല്ലേ? അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.